അപ്പൊ വൺ വേ തന്നെയാണ് അത്. ആൾക്കാർ പറഞ്ഞു വൺ വേ ആണ്. ഇപ്പം കിട്ടിയേനെ പതക്കോ ബാക്കി തള്ളല. നമ്മളെ പരിപാടി ഇത് വിവോൻ്റെ ഒരു ഫോണാണ്. ഇതിൻ്റെ ഡിസ്പ്ലേയിൽ ലൈന് വീണു. അത് മാറ്റാൻ വേണ്ടിയിട്ട് കണ്ണൂർ കൊണ്ടുവന്നു. ബൈക്കാവും മുമ്പ് വമ്പ് കയറ്റിക്കോടാ, തള്ളേണ്ടി വരും. അവസാനം നമ്മൾ പമ്പ് കണ്ടുപിടിച്ച്. ബാക്കി തള്ളല. ഒരു ലിറ്റർ മതിയാ. കണ്ണൂർ പോയിട്ട് തലശ്ശേരിക്ക് പോകണ്ടേ? അങ്ങനെ 1 ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ കറങ്ങാൻ പോവുകയാണ്. ഫുൾ ബ്ലോക്ക്. ഏടം പെരിയ ബ്ലോക്ക്. പമ്പിലേക്കുള്ള ബ്ലോക്കാ അല്ലല്ലോ. നമ്മളങ്ങനെ ഏകദേശം കണ്ണൂരെത്താനായി. നല്ല വെയിലും നല്ല ചൂടും. രണ്ടെണ്ണം എടുക്കാം. അയിമ്പ പൈസക്കാ 50 ലക്ഷം 50 ലക്ഷം കൊടുക്കാം. എടുക്കൂലേ? എന്നാ ചാലയോ ചാലോടാ എന്നേനും അല്ല, ഇതിനെന്തേലും പറയാ ചാലയാ ചൊവ്വയാ. ആ നമ്മളങ്ങനെ ചൊവ്വക്ക് എത്തി. നല്ല ബ്ലോക്ക് അത്യാവശ്യം. കവിത തിയേറ്റർ അടിച്ചോ? ഇതില് വരാത്ത എന്താ? ഫുള്ളായിട്ട് വരൂല. അങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ട് നമ്മളിനി കവിത തിയേറ്ററിൻ്റെ അടുത്ത് പോവുകയാണ്. അവിടെയാണ് വിവോൻ്റെ ഷോറൂം. അവർ നന്നാക്കി തരുമെന്നൊന്നും അറിയില്ല, വെറുതെ പോയി നോക്കും. കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി. അവന്
സിഗ്നലിന്റെ ബ്ലോക്കാന്ന് തോന്നല്ലോ. ഇടത്ത് നോക്ക് സെമിത്തേരി. ഇങ്ങോട്ടൊക്കെ ഇവിടെ വന്ന് കിടക്കുവാ. രാത്രി ധൈര്യം ഉണ്ടാ? ധൈര്യം ഉണ്ടെങ്കിൽ ഞാടെ പോയിട്ട് ഇന്ന് രാത്രി ഞാടെ പോയിട്ട് കിടക്കും. നീ ചോദിക്കുന്നത് ഞാൻ വാങ്ങിത്തരും. ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യടാ. എടാ ഇന്നിങ്ങനെ ധൈര്യശാലിയായി ഇന്നിങ്ങനെ പേടിക്കരുത്. അങ്ങോട്ടല്ലേ റെയിൽവേ സ്റ്റേഷൻ റോഡല്ലേ? ഇവിടെ വീഡിയോ അല്ലേ ഫേമസ് കോക്ടെയിൽ കിട്ടുന്ന വീഡിയോ? ഏത്? ആ അതന്നെ. ഇതാണോ? തിരിച്ചു വരുമ്പോ നോക്കാം. ഇതാണ് കണ്ണൂരുള്ള ഫേമസ് കണ്ണൂർ കോക്ടെയിൽ കിട്ടുന്ന പീടിയ. അങ്ങോട്ടേക്ക് ഇത് റെയിൽവേ സ്റ്റേഷൻ റോഡാ. ഇങ്ങോട്ടേക്ക് തന്നെയാ? അങ്ങോട്ടാണ്. എന്താ നേരെയാണല്ലോ ഇതിൽ കാണിക്കുന്നേ ഗൂഗിൾ മാപ്പിൽ. ഇതാ നോക്കറാ സ്ട്രൈറ്റ് കാണിക്കുന്നു. പക്ഷേ ദൂരം കൂടി സംശയം ഉണ്ടാക്കി. ദൂരം കൂടി 1.5 കിലോമീറ്റർ വന്ന്. 1.5 കിലോമീറ്റർ ഓടി. ഇല്ലടാ ഇതിലെ പോയോക്കാം. അല്ല അത് വൺ വേ അല്ലേ? വൺ വേ ആണോ നടക്കൊരു ഡൗട്ട്. വൺ വേ ആണോ നടക്ക് ഡൗട്ട്. അടിപൊളി. അപ്പൊ വൺ വേ തന്നെയാണത്. ആൾക്കാർ പറഞ്ഞു വൺ വേ ആണ്. ഇപ്പം കിട്ടിയേനെ ഇന്റെ വണ്ടി വോയിസ് പറയുന്നേ. ഇങ്ങനെ സെറ്റപ്പ് അല്ലേ ഉണ്ടീന്ന്? ഇവിടുന്ന് എങ്ങോട്ടേക്കാ? ബസ് സ്റ്റാൻഡിൽ എത്തിയേ. ബസ് സ്റ്റാൻഡിൽ കയറി ഫൈന് വേറെ കിട്ടുവാ? ഇഞ്ച വണ്ടി ചതിക്കും ഞമ്മളെ. ഗൂഗിൾ മാപ്പ് ഇതിലും ചതിയാണ്. എടാ ഈ ബസ് സ്റ്റാൻഡിലേക്ക് ഇതിപ്പോ മിക്കവാറും പോലീസ് തൂക്കിയെടുത്ത് കൊണ്ടുപോകും. ബസ് സ്റ്റാൻഡിൽ കൂടെയാണ് ബൈക്ക് കൊണ്ട് പോകുന്നത്. ബസ് സ്റ്റാൻഡിൽ ബൈക്ക് കയറാൻ പാടില്ല. ഏതായാലും പ്രശ്നമായിട്ട് മിക്കവാറും ഒരു 500 ഫൈന് കിട്ടാതെ നമ്മളും കൂടി ഇരിച്ചു പോവില്ല. അവിടെ നിന്ന് ഇറങ്ങി എത്തുന്ന സ്ഥലം തന്നെയാ ഇത്. വീണ്ടും എങ്ങോട്ടേക്കാ കാണിക്കുന്നത്? അങ്ങോട്ടേക്കായിരിക്കടാ. ഇങ്ങോട്ടേക്ക് തന്നെയാ. തെറ്റാത്തോണ്ടാണ് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നത്. നേരത്തെ ഞാൻ വിചാരിച്ചത് ഇത് തന്നെയാ, മറ്റേ അമ്പലത്തിന്റെ റോഡ് എന്ന് പറഞ്ഞപ്പോ. പക്ഷെ ഇവിടെ വരേണ്ടത് എങ്ങനെയാന്ന് അറിയില്ല. മറ്റേ ആള് പറഞ്ഞില്ലേ പാലത്തിന്റെ അടിയിൽ കൂടി പോണെന്ന്. ആ പാലാണിത്. ബാക്കില് പോലീസ് ഉണ്ട്.
ഇങ്ങനെ ചേസ് ചെയ്ത് പിടിക്കാൻ വന്നതാന്ന് തോന്നുന്നുണ്ട്. സ്റ്റാൻഡിലെല്ലാം കയറ്റി ഓട്ടിയിട്ട്. അതാ ബാക്കിൽ പോലീസ് ജീപ്പ്. വിവോന്റെ ഷോറൂം എവിടെയാ? സർവീസ് സെന്റർ. വിവോ സർവീസ് സെന്റർ. ആ വിവോ ഒന്ന് നേരെ പോ. അങ്ങവിടെ കണ്ട ഇൻഡിക്കേറ്റർ ഇട്ടോ ശരിക്കോ. ഞാൻ കൈ കാണിച്ചു. മുന്നോട്ട് നേരെ പോട്ടെ. നേരെ ആ ബിൽഡിങ്. ഇൻഡിക്കേറ്റർ ഇട്ടീനല്ലേ കാണുന്നു. അപ്പുറം ഇവിടെ എത്തിയാലും കാണുന്നില്ല, ബോർഡ് കാണുന്നില്ല. ആ ഇതാ ഇവിടെ ഇതാ. നമ്മൾ അവസാനം ഇവിടെ എത്തി. ഇത് വിവോൻ്റെ ഫോണാണ്. ഇതിലുള്ള ലൈൻസ് വേണം. അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വിവോൻ്റെ സർവീസ് സെൻറ്ററിൽ വന്നതാണ്. മാറ്റി തരുമോയെന്നറിയില്ല, അത് നോക്കാം. അതുപോലെ നമ്മളങ്ങനെ ഫോൺ നന്നാക്കാൻ കൊടുത്ത് ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് ബോഡി പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ഒരാഴ്ച കഴിഞ്ഞാൽ ഇവരെടുത്ത് വന്നിട്ട് ഇവർ നമുക്കത് മാറ്റി. കണ്ണൂരേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. ഫുള്ള് ബ്ലോക്കാണ്. ബൈക്കിന് പോകാനുള്ള ഒരു ചെറിയ ഗ്യാപ്പ് പോലും ഇല്ല. സൈഡായി. ഇവിടെ നല്ല ബ്ലോക്കാണ്. ഇപ്പോഴൊന്നും തീരുന്നു തോന്നുന്നില്ല, അത്രയും വലിയ ബ്ലോക്ക്. ബ്ലോക്ക് കഴിഞ്ഞു. വണ്ടി നീങ്ങി തുടങ്ങി. എന്തിനാടാ എടാ, ഇതെന്ത് ട്രെയിനാണ്? അത് ഈ റോഡ് ബ്ലോക്ക് ആയിരിക്കും. ഇതുവഴി പോണ്ട, അപ്പുറത്ത് കൂടി പോവാ. ഹൈവേ കയറും. എങ്ങനെ പോയാലും ഹൈവേ കയറാതെ പോകാൻ പറ്റില്ല. കണ്ണൂർ പുതിയ വന്ന മാളാണിത്, സെക്യൂറാം സെൻറ്റർ. ഇതിൻ്റെ ഉള്ളിൽ നെസ്റ്റോ, മാക്സ് എല്ലാം ഉണ്ട്. കരിമ്പ് ജ്യൂസ് കുടിക്കുന്നത്. നല്ല വെയിലാണ് ഇവിടെ. വെയിൽ കൊണ്ട് പരിപ്പളയും. അങ്ങനെ തണുത്ത കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ദാഹം മാറണമെങ്കിൽ നമ്മളെ ഉപ്പിട്ട നാരങ്ങ സോഡ തന്നെ കുടിക്കണം അല്ലേ?
പഴയതാ അങ്ങനെ ഇല്ലേ? പഴയതാ അങ്ങനെ ഇല്ലേ? ഒരു പൊടി മാറിച്ചാലോ? ഇല്ല, അതാ പറഞ്ഞ നാരങ്ങ സോഡയെ ഞങ്ങൾക്ക് ശരിയാണ്. കെയ്ത്തുളുക്കിയ കെയ്ത്തള്ളി തട്ടുകട, ഞാൻ വിളിച്ച കെയ്ത്തുളുക്കി തട്ടുകടയാണ്. ഈ റോഡും കൂടി പണിയെല്ലാം കഴിഞ്ഞ് വന്നാൽ അടിപൊളിയായി. അങ്ങനെ ഇനി നമ്മൾ അടുത്ത പരിപാടി തലശ്ശേരി പോവുക. കടൽപ്പാലത്ത് നിന്നൊരു കാറിൻ്റെ ഒരു യൂസ്ഡ് ടയർ വാങ്ങും. അവിടെ ആകുമ്പോൾ ചെറിയ പൈസക്ക് ടയർ കിട്ടും. അപ്പോൾ ഇനി അങ്ങോട്ടേക്കാണ് യാത്ര. ഇവിടുന്ന് നേരെ മാഹി ബൈപ്പാസ് കയറിയിട്ട് പോകും. നമ്മളങ്ങനെ തലശ്ശേരി മാഹി ബൈപ്പാസ് കയറി. ബൈപ്പാസ് കണ്ണൂർ പണി നടക്കുന്ന അവിടെയാണ്. ആസ്റ്റർ മീൻസ് ഇതുവഴി കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുമ്പോൾ ടോൾ അടക്കാതെ നമുക്ക് മുഴപ്പിലങ്ങാടുന്ന് ഹൈവേ കയറുമല്ലോ. അപ്പോൾ ഇതേപോലെ ഇതേപോലത്തെ വലിയ പാലം കിട്ടും. ആ രണ്ടാമത്തെ പാലത്തിൻ്റെ അടുത്തുനിന്ന് ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ ടോൾ അടക്കാതെ നമുക്ക് പോവാം. വൺ വേക്ക് ഫാസ്ടാഗിലൊക്കെ ചാർജ് ചെയ്യുന്നത് 130 150 റുപ്യ അങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്. അവിടുന്ന് അടുത്തോട്ട് കട്ട് ചെയ്യും. ഞങ്ങൾ ഇവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് പോകുന്നതാണ്. മൂലക്കട ഇറങ്ങിയിട്ട് അവിടുന്ന് പെട്രോൾ അടിക്കും. നമുക്ക് തലശ്ശേരിക്കാണ്. അടുത്തോട്ടേക്ക് ഇത് വീഡിയോ കണ്ടാ ഇവിടെ ഭയങ്കര മറ്റേ കുലുക്കി സർവത്ത് ജ്യൂസും ഇതെല്ലാം വിൽക്കുന്നതാ. ഷെഫ്ഷാൻ ഇവിടുന്ന് വീഡിയോ ചെയ്തിന്. ഇവിടെ വന്നിട്ട് ഷെഫ്ഷാനൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ മുന്തിരി സോഡ, മോരും വെള്ളം അതിനെ പറ്റിയിട്ടുണ്ട്. മുന്തിരി സോഡക്ക് 40 റുപ്യ, മോരും വെള്ളത്തിന് 20 റുപ്യ, ലൈം ജ്യൂസിന് 15. വേണ്ട. അങ്ങനെ നമ്മൾ മോരും വെള്ളം വാങ്ങി. മോരും വെള്ളത്തിന് 15 റുപ്യ. മോരും വെള്ളം നല്ല പുളിയും ഉണ്ട്, നല്ല എരിവും ഉണ്ട്. അടിപൊളി. ഇതെന്തെല്ലാം ഫ്ലേവറുള്ള കുറേ ഉണ്ടല്ലേ. ഓറഞ്ച്, ഗ്രേപ്പ്. അനക്ക് വേണ്ട, അനക്ക് വേണ്ട, നീ കുടിച്ചോ, അനക്ക് വേണ്ട. ഇതിലുള്ള മസാലയാണിത്. മോരും വെള്ളത്തിലുള്ള ഇഞ്ചി, മുളക് പൊടി, കരിയാപ്പില എല്ലാം ഉണ്ട്. നല്ല എരിവുണ്ട്. ഇതാണ് നെല്ലിക്ക സോഡ. എങ്ങനെയുണ്ട്? എരുവാ? അങ്ങ് മൂലക്കട അങ്ങ് പോയിട്ട് അടിക്കാം. ഇല്ല, ഇത് ജിയോന്റെ പെട്രോൾ പമ്പിൽ 3 റുപ്യ കുറവുണ്ട്. മാഹിയിലുള്ളതിനെ അപേക്ഷിച്ചിട്ട് 3 റുപ്യ കുറവുള്ളത് കാരണം ഫുള്ള് തിരക്കാണ്. നമ്മളിതിന് 200 റുപ്യക്ക് അടിക്കുന്നത് കൊണ്ട് ആ ക്യൂ നിൽക്കുന്ന നേരം ഉണ്ടെങ്കിൽ അപ്പുറം പോയിട്ട് പെട്രോൾ അടിച്ച് വരാം. 6 റുപ്യ തന്നെ മാറ്റിയായിട്ടുണ്ടാവും. ഇപ്പോൾ ജിയോയിൽ 88 റുപ്യ എങ്ങാനാണ് ഇപ്പം പെട്രോൾ. അവർ ഡിസംബർ ലാസ്റ്റ് വരെ ഓഫറുണ്ട്. വൈകുന്നേരം 5 മണി വരെ അങ്ങനെ ഉള്ളൂ, രാവിലെ 9 മണി വരെ. അതിനേക്കാളും വേഗം നമുക്കിത് അവിടുത്തെ ഈ പമ്പിൽ പെട്രോൾ അടിക്കുക, പോവുക. ഇവിടെ അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. 3 പമ്പ് അടുപ്പിച്ചടുപ്പിച്ചുണ്ട്. ഒന്നിത് ഇപ്പുറം, ഒന്നിത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത്. ടോട്ടൽ 3 പമ്പായി ഇവിടെ തന്നെ.
91-92. ഇപ്പോൾ ഉള്ളത് നമ്മൾ തലശ്ശേരി മട്ടാമ്പറത്താണ്. ഇവിടെ ഇതുവഴി പോയിക്കൊണ്ടിരിക്കുന്ന നല്ല നേരിയ മണമുണ്ട്. ഇവിടെ ലോഡൊക്കെ ഇറക്കുന്ന കൊണ്ടുള്ള മണം അടിപൊളിയാണ്. ആ സൗഭാഗ്യമില്ല അതിൻ്റെ ഇടത്തോട്ട്. ഇവിടുന്ന് അടുത്തോട്ട്, ഇവിടുന്ന് അടുത്ത് ഭയങ്കര ഫോട്ടോഷൂട്ടല്ല, ഭയങ്കര ഫോട്ടോഷൂട്ടാണ്. മുന്നോട്ട് പോട്ടെ കുറച്ചും കൂടി. ലാസ്റ്റത്തെ പീടിയ സിറ്റി ടയർസ്. മുമ്പ് ഞാൻ വന്നപ്പോൾ തലശ്ശേരി കടൽപ്പാലത്തിലുള്ള ഈ ഷോപ്പിൽ നിന്നാണ് ടയർ വാങ്ങുന്നത്. അവരെന്നെ ഗോഡൗൺ ഉണ്ട് ഇപ്പോൾ, അവിടുന്ന് ടയർ വാങ്ങും. മുമ്പ് ഇവിടെ വന്നിട്ട് ഇതേപോലത്തെ 2 ടയർ ഞാൻ വാങ്ങിയിരുന്നു. 2000 ഉറുപ്പ്യക്ക് 2 എണ്ണം. ഇത് വരയാത്ത ടയറാണ്, കുറച്ചുകൂടി തഴഞ്ഞ ടയറായിരുന്നു. അങ്ങനെ ടയർ എടുത്ത് അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാത്ത നല്ല ടയറിനെ വാങ്ങി. വരയാത്ത ടയറിന് കിട്ടി. 900 ഉറുപ്പ്യ കൊടുത്തു. നമ്മളെ തലശ്ശേരി കടൽപ്പാലം മിൽമ. ഫോട്ടോ എടുക്കാനെല്ലാം പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഇതുവഴി പോയി കഴിഞ്ഞാൽ കല്ലുമ്മക്കായി ഒക്കെ ഫ്രഷായിട്ട് പൊരിച്ച് കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ വന്നിട്ട് നമ്മളൊരു മുട്ടമാലയും വാങ്ങി, പിന്നെ ഒരു ബ്രെഡ് സാൻഡ്വിച്ചും. നമ്മളെ തലശ്ശേരി സ്പെഷ്യൽ സാധനമാണ് ഇതൊക്കെ. ഇതാണ് നല്ല മുട്ടമാലയും കടിയും കിട്ടുന്ന കട, തലശ്ശേരി കടൽപ്പാലത്തിൻ്റെ അടുത്ത്. അങ്ങനെ ഇന്നത്തെ നമ്മളെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മളിന്ന് അവസാനിപ്പിച്ച് പരിപാടി. ഇന്നെല്ലാം കഴിഞ്ഞ് ചായയും കുടിച്ച് മുട്ടമാലയിൽ നിന്ന് പരിപാടി അവസാനിച്ച്